നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. സമരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നതുൾപ്പെടെ 17 ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകൾ ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ജില്ലയിലെ ജീപ്പ് സഫാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി പ്രശ്നങ്ങൾ പരിഹരിച്ച് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ജീപ്പ് സഫാരികൾക്ക് പൂർണ്ണമായ നിരോധനമല്ല ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൊളുക്കുമല മാതൃകയിൽ ജീപ്പ് സഫാരികൾ പുനരാരംഭിക്കാനാണ് പദ്ധതിയിടുന്നതെന്നും കളക്ടർ. ജീപ്പ് സഫാരി നിരോധിച്ച ഉത്തരവ് ഏതെങ്കിലും പഠനത്തിന്റെയോ ആധികാരികമായ ഉത്തരവിന്റെയോ അടിസ്ഥാനത്തിലല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സംസ്ഥാനത്ത് നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി കൈകഴുകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വിദേശ രാജ്യങ്ങളിൽ സ്വീകരിച്ചു പോരുന്ന നിയന്ത്രിത വന്യമൃഗവേട്ട എന്ന നിയമം ഇവിടെയും നടപ്പിലാക്കാനുള്ള നടപടി ഉണ്ടാകണം. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ യാതൊരുവിധ നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും MP. രാജകുമാരി ഖജനാപ്പാറയ്ക്ക് സമീപം 300 ഏക്കറിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കണ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിൽ. വിശദമായ വാർത്തകൾ. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച് 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നതുൾപ്പെടെ 17 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. BMS ഒഴികെയുള്ള സകല തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. പണിമുടക്ക് ദിനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകളും പ്രകടനങ്ങളും നടക്കും. കേരളത്തിലെ പ്രബല സംഘടനകളെല്ലാം പണിമുടക്കിൽ ഭാഗമാകുന്നതിനാൽ ജനജീവിതം സ്തംഭിക്കാനാണ് കൂടുതൽ സാധ്യത. അവശ്യ സർവീസുകൾ, പാൽ, പത്രവിതരണം എന്നിവയെ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ബസ്, ഓട്ടോറിക്ഷ, മറ്റ് ടാക്സി സർവീസ്, കടകൾ തുടങ്ങിയവയെ സമരം കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കും. സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും തടസ്സപ്പെടാനാണ് സാധ്യത. കടകളടച്ചും യാത്ര ഒഴിവാക്കിയും പണിമുടക്കിൽ എല്ലാവരും സഹകരിക്കണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. വാണിജ്യ, വ്യാപാര, വ്യവസായ മേഖലകൾ കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും. എല്ലാ അസംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ വേതനം നിശ്ചയിക്കുക എന്നതുൾപ്പെടെ 17 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. തൊഴിലിടത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിച്ച് തൊഴിലുടമകൾക്ക് യഥേഷ്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള പുതിയ കടുത്ത നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു. ബുധനാഴ്ചത്തെ ദേശീയ പണിമുടക്കിന് മുന്നോടിയായി INTUC ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ വിളംബര ജാഥ നടത്തി. AP ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി പ്രസ്ഥാനത്തെ നരേന്ദ്രമോദി സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നുവെന്നാരോപിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പണിമുടക്കിന് മുന്നോടിയായാണ് ചെറുതോണിയിൽ വിളംബര ജാഥ നടത്തിയത്. ചെറുതോണി ടൗണിൽ നടന്ന വിളംബര ജാഥ AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ വിഭാഗം തൊഴിലാളികളും പണിമുടക്കിക്കൊണ്ട് ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയുള്ള അതിശക്തമായ സമരപരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗം അതീവ ദുരിതപൂർണമായ സാഹചര്യത്തോടെ കടന്നു പോവുകയാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ മാറി വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങൾ പാടെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ, തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒക്കെ കഴിയുന്ന നിലയിലുള്ള നിയമനിർമ്മാണങ്ങളാണ് രാജ്യത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KM ജലാലുദ്ദീൻ, ബാബു കളപ്പുര, ലീലാമ്മ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ബസ് ഉടമകൾ ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ഗ്രാമീണ മേഖലകളിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ സർവീസ് നടത്തിയില്ല. അതേസമയം KSRTC പല ഡിപ്പോകളിൽ നിന്നും അധിക സർവീസുകൾ നടത്തിയത് യാത്രക്കാർക്ക് ഗുണകരമായി. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് നടന്നത്. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക,
ഈ ചെല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, വിലപിടിപ്പുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ് ഉടമകളും സമരത്തിൽ പങ്കാളികളായി. ജില്ലയുടെ വിവിധ ഗ്രാമീണ മേഖലകളിലേക്ക് ഉൾപ്പെടെയുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഇത് ചെറിയ തോതിൽ യാത്രക്കാരെ ബാധിച്ചെങ്കിലും KSRTC സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ഗുണകരമായി. ജില്ലയിലെ വിവിധ KSRTC ഡിപ്പോകളിൽ നിന്നും അധിക സർവീസുകളും സ്വകാര്യ ബസ് പണിമുടക്കിനോടനുബന്ധിച്ച് അധികൃതർ ഏർപ്പെടുത്തിയിരുന്നു. ജില്ലയിലെ ജീപ്പ് സഫാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി പ്രശ്നങ്ങൾ പരിഹരിച്ച് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനാണെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ജീപ്പ് സഫാരികൾക്ക് പൂർണ്ണമായ നിരോധനമല്ല ഏർപ്പെടുത്തിയിട്ടുള്ളത്. പലയിടങ്ങളിലും അപകടകരമായ രീതിയിൽ ജീപ്പ് സവാരികൾ നടക്കുന്നുണ്ട്. 15 ദിവസത്തിനകം ജീപ്പ് സഫാരികൾ പുനരാരംഭിക്കാൻ കഴിയും. കൊളുക്കുമല മാതൃകയിൽ ജീപ്പ് സഫാരികൾ പുനരാരംഭിക്കാനാണ് പദ്ധതിയിടുന്നതെന്നും അപകടകരമായ പാതകൾ ഒഴിവാക്കി മാതൃക തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും കളക്ടർ പറഞ്ഞു. അത് നമുക്ക് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് പുനരാരംഭിക്കാൻ പറ്റും. ഇത് തടയാനല്ല, ഇത് നിയന്ത്രിക്കാനാണ്. നമ്മളിത് നിയന്ത്രിക്കുമ്പോൾ, നമ്മളെ തടയാതെ നിയന്ത്രിക്കുമ്പോൾ എല്ലാവരും ഇതിലേക്ക് കയറി വരണമെന്നില്ല. ബിക്കോസ് ഒരു ഗവൺമെന്റ് റെഗുലേഷൻസിലേക്ക് കൂടി വരണമെന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ ഇത് ഓൾറെഡി നമ്മൾ ഇൻഫോർമലി ട്രൈ ചെയ്തതാണ്, ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ എല്ലാവരുടെ ഇഷ്ടം വരെ നമ്മൾ കാത്തിരിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് സമയമില്ലല്ലോ. ജീവന് ഉത്തരവാദിത്തം കൂടി ലോകത്തിലുള്ള എല്ലാവർക്കും ഇല്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ നമ്മളെ അവരെ നിർത്താനല്ല, കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനാണ് നമ്മുടെ ഇതിൽ കൊണ്ടുവന്നത്. ഈവൻ ലാസ്റ്റ് 2 weeks ബാക്ക് നമുക്ക് മലയൂർ ഭാഗത്തിലെ ഒരു ജീപ്പ് കുടുങ്ങി, ആൾക്കാരെ രക്ഷപ്പെടുത്താൻ തന്നെ പാടായിരുന്നു. പിന്നെ കീഴാന്തൂർ ഭാഗത്തിലെ ഒരു ദിവസം കുടുങ്ങി. സോ അത് രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഓക്കെയാണ്. രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ 4-5 ജീവനാണ്, ചുമ്മാ അല്ലല്ലോ. സോ അതിനു വേണ്ടിയാണ് ലോക്കലി ഉള്ള ആൾക്കാരും കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണമെന്നുള്ളത്. Of course, the main responsibility is with police and RTO. But ഫോറസ്റ്റിന്റെ വാച്ചേഴ്സിന്റെ ശ്രദ്ധയിൽ വരുന്ന കാര്യം, പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ വരുന്ന കാര്യം കൂടി അവർ നോക്കണമെന്നുള്ള അർത്ഥത്തിലാണ്. ഇടുക്കിയിൽ ജീപ്പ് സവാരി നിരോധിച്ച ഉത്തരവ് ഏതെങ്കിലും പഠനത്തിന്റെയോ ആധികാരികമായ ഉത്തരവിന്റെയോ അടിസ്ഥാനത്തിലല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. ജോയിന്റ് RTOയോ DYSPയോ സംയുക്ത പരിശോധന നടത്തി ലൈസൻസ് ഉള്ളതും പേപ്പർ ഭാഗം ശരിയായതുമായ വാഹനങ്ങൾക്ക് അനുമതി നൽകാമെന്നതാണ് കളക്ടർ ചെയർമാനായ DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം. ഒരു അപകടമുണ്ടായി എന്നതിൻ്റെ പേരിൽ ജീപ്പ് സർവീസ് പൂർണ്ണമായി നിരോധിക്കുന്നത് പ്രാകൃതമായ തീരുമാനമാണ്. ഇത് അംഗീകരിക്കാനാകില്ല. ഉത്തരവ് പിൻവലിക്കാൻ കളക്ടർ തയ്യാറാകണമെന്നും CB വർഗീസ് തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു. അത് ഒരാൾ അപകടം ഉണ്ടായി, ഒരാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ അപകടം സംഭവിച്ചു. ഒരാൾ ബസ് കയറി ബസ് അപകടത്തിൽ മരിച്ചാൽ ഉടനെ ബസ് സർവീസ് പൂർണ്ണമായി നിർത്തുന്നത് അല്ലല്ലോ സംവിധാനം. അതുകൊണ്ട് ഇത്തരമൊരു നിലപാട് കളക്ടർ എടുത്തുള്ളത് ഏകപക്ഷീയമായ നിലപാട്. അതിൻ്റെ DTPC എക്സിക്യൂട്ടീവ് വിളിക്കാം, MP MLA ഉൾപ്പെടുന്നതിൻ്റെ ജനറൽ കമ്മിറ്റി ഉണ്ട്, അത് വേണമെന്ന് വിളിച്ചാലോചന നടത്താം. അതല്ല ഇതിനെ സംബന്ധിച്ചുള്ളൊരു പഠനം നടത്തിക്കൊണ്ട് വേണം ചെയ്യാം. ആ ഏകപക്ഷീയമായ തീരുമാനം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇന്നലെ തന്നെ വലിയ നിലയിലുള്ള സംഘർഷത്തിലേക്ക് പോയി. അതുകൊണ്ട് ആ തീരുമാനം കളക്ടർ പിൻവലിക്കണം. അതിൻ്റെ എക്സിക്യൂട്ടീവ് വിളിക്കണം, DTPC വിളിക്കണം, അതിൻ്റെ സംവിധാനം വിളിക്കണം. ആ രൂപത്തിലെ നിലപാടെടുക്കാൻ പറ്റും. പിൻവലിക്കണം, പൂർണ്ണമായി പിൻവലിക്കണം. പിൻവലിച്ചിട്ട് അതിനെന്തെങ്കിലും ഭേദഗതി വരേണ്ട അതിൻ്റെ സംവിധാനം ഉണ്ടല്ലോ. DTPC എക്സിക്യൂട്ടീവ് ഉണ്ട്, MLA MP ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉള്ളവരുണ്ടല്ലോ. എല്ലാ കക്ഷികളുടെയും നേതാക്കന്മാരുടെ അതിനകത്തുണ്ട്, CPMൻ്റെ മാത്രമല്ല. എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികളായ യോഗത്തിനകത്തുണ്ട്, MP ഉണ്ട്, MLA അങ്ങനെ എല്ലാവരും ജനാധിപത്യ പ്രക്രിയയിലൊരു സംവിധാനം ഉണ്ടല്ലോ. അല്ലെ അത് വീട്ടിൽ ചർച്ച ചെയ്തിട്ട് അവിടെ അന്വേഷണത്തിനെതിരുണ്ട്, അന്നേരം ആലോചിക്കാം നമുക്ക്. സംസ്ഥാനത്ത് നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി കൈകഴുകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വിദേശ രാജ്യങ്ങളിൽ സ്വീകരിച്ചു പോരുന്ന നിയന്ത്രിത വന്യമൃഗ വേട്ട എന്ന നിയമം ഇവിടെയും നടപ്പിലാക്കാനുള്ള നടപടി ഉണ്ടാവണം. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ യാതൊരുവിധ നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. സെക്ഷൻ 11(1)(a)യും സെക്ഷൻ 11(1)(b)യും അനുസരിച്ച് ഷെഡ്യൂൾ 1-ൽപ്പെട്ട മൃഗങ്ങളെയും ഷെഡ്യൂൾ 2-ൽപ്പെട്ട മൃഗങ്ങളെയും ഏത് മൃഗമായാലും ആ മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ഇനി അതല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും നിക്ഷിപ്തമാണ്. നിയമപരമായി സംസ്ഥാന ഗവൺമെൻറ് കൈവശമുള്ള ഒരു അധികാരമാണത്. ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് മൃഗത്തെയും വകവരുത്താൻ ഇന്നത്തെ നിയമം കൊണ്ട് കഴിയും.
പീരുമേട്ടിൽ ഗ്രാമ്പിയിൽ ഒരു കടുവ ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ വന്നപ്പോൾ ആ കടുവയെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ണുകൊണ്ട് കണ്ടവരാണ് നമ്മൾ. ആ ഉദ്യോഗസ്ഥനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. എന്താണ് കാരണം? നടപടിയെടുക്കാൻ വകുപ്പില്ല. ആ ഉദ്യോഗസ്ഥന് ഇന്നത്തെ നിയമം പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിൽ ഉണ്ട് എന്നിരിക്കെ ഇവിടെ വീണ്ടും അനാവശ്യ വാഗ്വാദങ്ങൾ ഉയർത്തുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശൈലി ശരിയല്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളായ അമേരിക്ക പോലെ, ചൈന പോലെ, ഓസ്ട്രേലിയ പോലെ, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നിശ്ചിതമായ സമയത്ത് എണ്ണപ്പെരുപ്പമുള്ള മൃഗങ്ങളെ വേട്ടയാടാനുള്ള അനുമതിയുണ്ട്. മൃഗങ്ങളെ നിയന്ത്രിത വേട്ടയ്ക്ക് അനുമതി നൽകുന്ന ഒരു സ്ഥിതിയാണ്. ആ വളരെ സിസ്റ്റമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോളിസിയാണിത്. അതേ നയം ഇന്ത്യയിലും നടപ്പിലാക്കണമെന്ന് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊരു അഭിപ്രായമില്ല, അത് ഇന്ത്യയിലും നടപ്പിലാക്കണം. കോൺഗ്രസ് അതുപോലെ ഐക്യജനാധിപത്യ മുന്നണി ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അങ്ങനെ നിയമം പരിഷ്കരിക്കണം. നമുക്ക് രണ്ടാമതൊരു അഭിപ്രായമില്ല. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്യമൃഗങ്ങൾ അപകടകാരിയായി മാറുമ്പോൾ അവയെ കൊല്ലാനുള്ള അധികാരം കൈവശം വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല രാമനാരായണൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കൈകഴുകുന്ന ഈ രീതി അത് ഒരിക്കലും ശരിയല്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ മുഹൂർത്തത്തിൽ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതുന്നത് നമ്മൾ കണ്ടു. 9 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയന് ഇപ്പോഴാണ് കേന്ദ്രത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തെഴുതാനുള്ള സമയം കിട്ടിയത്. ഇതിനു മുമ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അപ്പോൾ ഇത്രത്തോളം ലജ്ജാകരമായൊരു സമീപനം, അതോടൊപ്പം തന്നെ ഏറ്റവും വില കുറച്ച് കാണിക്കുന്ന ഒരു സമീപനം, കേരളത്തിലെ മലയോര കർഷകരോട് എല്ലാ അർത്ഥത്തിലും നീതി പുലർത്താത്ത ഒരു സമീപനമായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റേത്. വന്യജീവി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഒരു 10 പൈസയുടെ ആനുകൂല്യം പോലും സംസ്ഥാന ബഡ്ജറ്റിൽ ഇവർ വകയിരുത്തിയിട്ടില്ല. ഇക്കാലം അത്രയും 9 ബഡ്ജറ്റ് ഇടതുപക്ഷ ഗവൺമെൻറ് അവതരിപ്പിച്ചു. ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ ഈ വന്യജീവി പ്രശ്നം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതിന് ഇത്ര ഫണ്ട് വിഹിതം ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഗവൺമെൻറ് മുമ്പോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിക്കൂട്ടിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജകുമാരി ഖജനാപ്പാറയ്ക്ക് സമീപം 300 ഏക്കറിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കണ്ണൻ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള ഏലത്തോട്ടത്തിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ കൃഷിയിടത്തിൽ ജോലിക്കായി എത്തിയവരാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുള്ളതായി രാജാക്കാട് പോലീസ് പറഞ്ഞു. മൃതദേഹം സ്ത്രീയുടെയാണോ പുരുഷന്റെയാണോ എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇതിനായുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ സ്റ്റേഷനുകളിലെ മിസ്സിംഗ് കേസുകൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഇടുക്കി സ്വദേശിയായ 22-കാരൻ കർണാടക പോലീസിന്റെ പിടിയിൽ. രാജാക്കാട് മുക്കുടിൽ സ്വദേശിയായ തൈപ്പറമ്പിൽ അദ്വൈതിനെയാണ് കർണാടക സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ഓൺലൈൻ സേവനങ്ങളും വിദേശത്ത് ജോലിയും വാഗ്ദാനം ചെയ്ത് ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് സൂചന. കർണാടക ഗാദായി സൈബർ പോലീസാണ് ഇടുക്കിയിലെത്തി അദ്വൈതിനെ അറസ്റ്റ് ചെയ്തത്. ഈ സ്റ്റേഷൻ പരിധിയിൽ മാത്രം 20 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ പരാതികൾ ഉണ്ട്. അദ്വൈതിന്റെ നേതൃത്വത്തിലുള്ള സംഘം കർണാടകയിലെ വിവിധ മേഖലകളിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു. പണം നിക്ഷേപിച്ച ഇരട്ടിയാക്കൽ, വിദേശത്ത് ജോലി, സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് പ്രൊമോഷൻ, വെബ്സൈറ്റ് നിർമ്മാണം തുടങ്ങിയ വിവിധ വാഗ്ദാനങ്ങൾ നടത്തിയാണ് ഇയാളും കൂട്ടാളികളും തട്ടിപ്പ് നടത്തിയത്. കർണാടകയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി ഇതിലൂടെയായിരുന്നു പണം സ്വീകരിച്ചിരുന്നത്. അദ്വൈതിന്റെ നേതൃത്വത്തിൽ വൻ സംഘം പ്രവർത്തിച്ചിരുന്നതായാണ് സൂചന. നാട്ടിൽ വാഹന കച്ചവടമാണെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. കട്ടപ്പനയിൽ ലിഫ്റ്റിൽ കുടുങ്ങി വ്യാപാരി മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനി അധികൃതരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സ്ഥാപനത്തിലെ ലിഫ്റ്റും അനുബന്ധ സംവിധാനങ്ങളും അഴിച്ച് പരിശോധന നടത്തുന്ന നടപടികൾ തുടങ്ങി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിനുശേഷം മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. കഴിഞ്ഞ മെയ് 28-നാണ് കട്ടപ്പന പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ണർ സണ്ണി ഫ്രാൻസിസ് സ്ഥാപനത്തിനുള്ളിലുണ്ടായ ലിഫ്റ്റ് അപകടത്തിൽ മരിച്ചത്. ഇദ്ദേഹം കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് വരുന്നതിനിടയിൽ 2ാം നിലയ്ക്കും ഗ്രൗണ്ട് ഫ്ലോറിനും ഇടയിൽ ലിഫ്റ്റ് നിശ്ചലമാകുകയായിരുന്നു. തുടർന്ന് അതിവേഗം ലിഫ്റ്റ് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. ഇതിനിടെ തലയ്ക്കുൾപ്പെടെയേറ്റ പരിക്കിനെ തുടർന്നാണ് സണ്ണി മരിച്ചത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ലിഫ്റ്റിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ച ഇദ്ദേഹത്തെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഇതേ തുടർന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതിലെ പിഴവാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുന്നതിനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് പുറമെ ലിഫ്റ്റ് കമ്പനിയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ലിഫ്റ്റ് സ്കാഫോൾഡിംഗ് ഇടാനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ ലിഫ്റ്റ് കാർ താഴെ ഇറക്കുന്നത്. അപ്പോൾ അതിനുള്ള ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
പരിശോധന ഇലക്ട്രിക്കൽ സ്പിരിറ്റ് ആണ് ഉള്ളത്. പിന്നെ ലിഫ്റ്റിൻ്റെ മാനുഫാക്ചർ ഉണ്ട്. പിന്നെ പോലീസ് എത്തും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനകളാണ് നടക്കുക. ഈ പരിശോധനയിൽ ലിഫ്റ്റ് പൂർണ്ണമായും അഴിച്ച് പരിശോധിക്കും. ഇതിനുശേഷം മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂവെന്നും അധികൃതർ അറിയിച്ചു. പുറ്റടി വാലുമേട്ടിൽ ഭാര്യയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. കൊച്ചുപുരയ്ക്കൽ രാജേഷാണ് ഭാര്യ സുജാതയെ ആക്രമിച്ചത്. ഇരുവരും കുറച്ചുനാളായി അകന്നു കഴിയുകയായിരുന്നു. പ്രതിയെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പുറ്റടി വാലുമേട് കൊച്ചുപുരയ്ക്കൽ അജേഷ് ഭാര്യ സുജാതയെ കുത്തിവീഴ്ത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. കുടുംബക്കോടതിയിൽ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ആക്രമണം നടന്നത്. കമ്പി പോലെയുള്ള ആയുധം ഉപയോഗിച്ചാണ് കുത്തിയതെന്ന് സുജാത പോലീസിന് മൊഴി നൽകി. ആയുധം കണ്ടെടുക്കാനായിട്ടില്ല. അജേഷിനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ സുജാത കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംശയരോഗമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കാമാക്ഷി പഞ്ചായത്തിലെ പുഷ്പഗിരിയിൽ ഏലക്ക സംസ്കരണ കേന്ദ്രത്തിന്റെ പൂട്ടുപൊളിച്ച് ഉണക്ക ഏലക്ക മോഷ്ടിച്ചു. പൂവത്തിങ്കൽ സ്പൈസസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. തങ്കമണി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. പുഷ്പഗിരി പൂവത്തിങ്കൽ സാബുവിന്റെ ഉടമസ്ഥതയിലുള്ള പൂവത്തിങ്കൽ സ്പൈസസിന്റെ പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ തുണി ഉപയോഗിച്ച് മറച്ച ശേഷം വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാക്കൾ സ്ട്രോങ് റൂമിന്റെ പൂട്ട് പൊളിച്ച് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന 55 കിലോയോളം വരുന്ന ഉണക്ക ഏലക്ക അപഹരിക്കുകയായിരുന്നുവെന്ന് കടയുടമ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 8:30 ആയപ്പോൾ ഞാൻ കട അടച്ചിട്ട് പോയതാണ്. രാവിലെ വന്നപ്പോൾ കട തുറന്നിട്ടിരിക്കുക, കുത്തി തുറന്നു. അപ്പം അകത്ത് കയറി അകത്തുനിന്ന് കുറ്റി ഇട്ടേക്കുമായിരുന്നു. പുറത്തൂടെ വന്ന് നോക്കിയപ്പം പുറത്ത് കുറ്റി ഇട്ടേക്കുക. അത് തുറന്ന് അകത്ത് കയറിയപ്പം ഷോറൂം തുറന്ന് ഒരാൾക്ക് കായിരുന്നു എടുത്തുകൊണ്ട് പോയി. പച്ചക്കാ കൊണ്ടുപോയിട്ടില്ല. രാവിലെ 6 മണിക്കാണ് ഞാൻ വന്നത്. സംഭവത്തിൽ കടയുടമ തങ്കമണി പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. പടിഞ്ഞാറേക്കവലയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കിഴക്കേക്കവലയിൽ പോലീസ് തടഞ്ഞു. മാർച്ചിനിടെ നേരിയ സംഘർഷമുണ്ടായി. കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായാണ് കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. പടിഞ്ഞാറേക്കവലയിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കിഴക്കേക്കവല ആശുപത്രി റോഡിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. തുടർന്ന് നടന്ന ധർണ അഡ്വക്കേറ്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ മാതൃകയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് എല്ലാവരും പ്രകീർത്തിച്ചിരുന്നതും പറഞ്ഞിരുന്നതും. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകളില്ലാത്ത അവസ്ഥ, രോഗികൾ ചെന്നാൽ ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത അവസ്ഥ, സർജിക്കൽ ഉപകരണങ്ങൾ ആശുപത്രിയിലില്ലാത്ത അവസ്ഥ, രോഗി ചെന്നാൽ മരുന്ന് കുറിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ സിറിഞ്ചിന് കുറിച്ചു കൊടുക്കും, പഞ്ഞിക്ക് കുറിച്ചു കൊടുക്കും, അതുപോലെ ഓരോ സാധനങ്ങൾക്ക് കുറിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിൽ കേരളത്തിലെ ആതുരരംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 2000 കോടി രൂപയാണ് കേരള ഖജനാവിൽ നിന്നും വിവിധ മരുന്ന് കമ്പനികൾക്കും സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്കുമായി കൊടുത്തു തീർക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊന്നും ആശുപത്രികളിൽ എത്താത്ത സ്ഥിതിവിശേഷം എന്ന് നിങ്ങൾ ആലോചിക്കണം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷനായി. MN ഗോപി, സേനാപതി വേണു, MB ജോസ്, മുകേഷ് മോഹനൻ, ബെന്നി തുണ്ടതിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പീരുമേട് ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് കാരണമായി.
ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പീരുമേട് ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. പീരുമേട് ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരത്തിൽ പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ സമരം ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ എത്തുന്ന രോഗികൾക്ക് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുവാൻ കഴിയാത്തത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് കേരളത്തിലെ സർവ്വ മെഡിക്കൽ കോളേജുകളിലും സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആശുപത്രികളിലും ഇത് തന്നെയാണ് ഗതി. പഞ്ഞി മുതൽ കൊണ്ടുചെല്ലേണ്ട അവസ്ഥയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് എഴുതി തരിക, ഇത് വല്ലതും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ വല്ല ചികിത്സ നടത്താം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ട്രിപ്പ് ഇടുന്ന അതിനുള്ള ട്യൂബ്, ആ ട്യൂബ് പിന്നെ ട്രിപ്പിട്ട് പോയി കഴിയുമ്പോൾ രോഗിയോട് പറയാം ഇത് കഴുകി വെച്ചോണം, അടുത്ത ദിവസം വരുമ്പോൾ ഇതും കൂടെ കൊണ്ടുവരണമെന്നാണ്. ഞാൻ ചാനലിലൊരു രോഗി പറയുന്നത് കേട്ടില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ നമ്മുടെ സർക്കാർ ആശുപത്രികളെ മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഇങ്ങനൊരു സർക്കാർ? DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, ജോർജ് ജോസഫ് പടവൻ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, PK ചന്ദ്രശേഖരൻ, ഷാജി പൈനാടത്ത്, ജോർജ് കൂറുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ യാത്രയ്ക്ക് ഇടുക്കി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ലഹരിവിരുദ്ധ സന്ദേശയാത്ര പര്യടനം നടത്തുക. കട്ടപ്പന നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസന മെത്രാപ്പോലിത്ത സക്കറിയാസ് മാർ സേവേറിയോസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല നിലയിൽ മനുഷ്യ വിഭവശേഷിയെ ക്രോഡീകരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവയെല്ലാം ഒറ്റയടിക്കില്ലാതെയാക്കുന്ന തരത്തിലേക്ക് ഈ ലഹരി പദാർത്ഥങ്ങളുടെ, അതിൽ മദ്യവും മയക്കുമരുന്നും ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇതിൽ നിന്നും മദ്യത്തെ വേർപെടുത്തി മയക്കുമരുന്നിനെ മാത്രമാക്കി വലിയ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞ് അതിൻ്റേതായ തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും അപകടമാണ് എന്നുള്ള ഒരു എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പലരും സംസാരിക്കുമ്പോൾ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ മാത്രം നിൽക്കുകയാണ്. പക്ഷേ മദ്യവും മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ പൊതുവിൽ യുവസമൂഹം അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായേ മതിയാവും. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജാതിമത വർഗഭേദമന്യേ ജ്വാല തെളിയിച്ചു. പീരുമേട് മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെയും പുളിയൻമല ക്രൈസ്റ്റ് കോളേജിലെയും വിദ്യാർത്ഥികളും വിവിധ ഇടവകകളിലെ യുവജന പ്രസ്ഥാനം അംഗങ്ങളും അവതരിപ്പിച്ച ലഹരിവിരുദ്ധ പരിപാടികളും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി, CPM ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VR ശശി, BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ ബിജു ആൻഡ്രോസ്, യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് ജെയിൻ C മാത്യു, ഇടുക്കി ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജോസ് ചമുവേൽ, കേന്ദ്ര ട്രഷറർ രഞ്ജു V കോശി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പനയിലെ സ്മൃതി മണ്ഡപങ്ങളുടെ റൂഫിംഗ്, ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകി. 2024 ജനുവരിയിലാണ് നഗരസഭ 10,40,50,000 രൂപ മുടക്കി അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപങ്ങൾ നിർമ്മിച്ചത്. സ്മൃതി മണ്ഡപങ്ങളുടെ ചുറ്റുമതിൽ, റൂഫിംഗ് എന്നീ പ്രവർത്തനങ്ങൾക്കായി മന്ത്രി റോഷി അഗസ്റ്റിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4,90,50,000 രൂപ അനുവദിച്ചിരുന്നു. ഈ വിഷയം നഗരസഭാ കൌൺസിൽ അജണ്ടയിൽ സെക്രട്ടറി നൽകുകയും കൌൺസിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സ്റ്റിയറിംഗ് കമ്മിറ്റി നഗരസഭാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ എസ്റ്റിമേറ്റ് എടുക്കുന്നതിനും മറ്റ് ക്രമീകരണങ്ങൾക്കുമായി ചുമതലപ്പെടുത്തി. തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നഗരസഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എസ്റ്റിമേറ്റിന് TSO വാങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഫണ്ട് അട്ടിമറിക്കാനുള്ള നിലപാട് തിരുത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. അതിന്റെ പണി നടന്നിട്ടില്ല. എങ്ങനെയാ പണി മുടക്കാനുള്ള ഞങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ഇവർ കാണിക്കുന്ന പരിപാടി. അതുകൊണ്ട് വിഷമം കൊണ്ട് ഞങ്ങൾ പറയുവാണ്, ഞങ്ങളുടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. വെറും 4,90,000 രൂപയേ ഉള്ളൂ. അതിന്റെ പണി നിർത്തി തന്നു കഴിഞ്ഞാൽ വെങ്കല പ്രതിമയാണ്. നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും നോക്കിയേ, ആ വെങ്കല പ്രതിമയും മഴ നനഞ്ഞുകൊണ്ട് ക്ലാവിളകി
അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ടൈലെല്ലാം മൊത്തം ഇളകിയിരിക്കുന്നു. അത് ഞങ്ങൾ പറഞ്ഞത് ഇതുപോലെ തന്നെ ഒരു 7 എന്ന എസ്റ്റിമേറ്റിലാണ് അത് പണിതിരിക്കുന്നത്. ഇപ്പോൾ മാറ്റിമറ്റത്ത് ചെറുകഥ പോലെ വളഞ്ഞ് തിരിഞ്ഞ് ജനിച്ച് നിൽക്കുന്ന തെങ്ങും എന്നുള്ള രീതിയിലേക്കായിട്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹൈവേ ആണ്, തൊടാൻ മേല, ഒന്നും അറിയാത്ത പെണ്ണ് അങ്ങനെ പറ്റി കിടക്കുന്ന രീതിയിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതൊക്കെ മാറ്റിക്കൊണ്ട് മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റി കോട്ടയം ചിങ്ങവനം കോളനി നടന്ന പോലെ ഊതി നടക്കൂടെ, ഞങ്ങൾ സമ്മതിക്കാലോ. കോഓർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു, രക്ഷാധികാരി ബിനു കേശവൻ, AKCHMS ജില്ലാ സെക്രട്ടറി ശശി VS കേശവൻ, KPMS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രാജു AK, CSDS സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ ജോണി, KSS ജില്ലാ സെക്രട്ടറി KR രാജൻ, രാജു ആഞ്ഞിലിത്തോപ്പിൽ, രാജൻ PK, സിന്ധു സാബു, തങ്കമ്മ രാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. CPI ഇടുക്കി ജില്ലാ സമ്മേളന വിജയത്തിനായി പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകിയിരുന്ന നാണയക്കുടുക്കുകൾ തിരികെ വാങ്ങി. ജില്ലാ സെക്രട്ടറി K സലിംകുമാർ നഗരസഭാ മുൻ കൗൺസിലർ ബീന വിനോദിൽ നിന്നും കുടുക്കുകൾ ഏറ്റുവാങ്ങി. ജൂലൈ 17, 18, 19, 20 തീയതികളിലായി കട്ടപ്പനയിൽ നടക്കുന്ന CPI ജില്ലാ സമ്മേളന വിജയത്തിനായി പാർട്ടി പ്രവർത്തകരുടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നൽകിയ നാണയക്കുടുക്കുകളാണ് തിരികെ ഏൽപ്പിച്ചത്. 3 മാസങ്ങൾക്ക് മുമ്പാണ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ഇരട്ടിയാർ, കട്ടപ്പന സൗത്ത്, കട്ടപ്പന നോർത്ത്, കാഞ്ചിയാർ, സ്വരാജ്, അയ്യപ്പൻകോവിൽ എന്നീ ലോക്കൽ കമ്മിറ്റികളിലെ 1000ഓളം പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലേക്കും കുടുക്കുകൾ വിതരണം ചെയ്തത്. ഞങ്ങൾ ഇതിലൂടെ ഈ സമ്മേളനത്തിന്റെ ആവശ്യത്തിലേക്ക് പാർട്ടി കുടുംബാംഗങ്ങളിൽ നിന്നും മാത്രമായി ഇപ്പോൾ നിക്ഷേപിച്ചിട്ടുള്ള കൊണ്ടികയിൽ നിന്നും 10 ലക്ഷത്തോളം രൂപ സ്വരൂപിക്കാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ സമ്മേളനം പാർട്ടി സഖാക്കൾ നടത്തുന്ന സമ്മേളനമായി, അവരുടെ മുൻകൈയിൽ നടത്തുന്ന, അവരുടെ സഹായത്തോടുകൂടി നടത്തുന്ന സമ്മേളനമായി മാറ്റാനാണ് പാർട്ടി ആമുഖമായി തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. സഖാക്കളെല്ലാവരും സന്തോഷത്തോടുകൂടി തന്നെയാണ് ആ തീരുമാനം ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പിച്ച കൊണ്ടിക ഞങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ആദ്യ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ കട്ടപ്പനയിലെ ആദ്യത്തെ കുണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തുടർന്ന് എല്ലാ വീടുകളിൽ നിന്നും ഇന്നും നാളെയുമായിട്ട് പാർട്ടി നേതാക്കന്മാര് കുണ്ടിക ഏറ്റുവാങ്ങുന്നതാണ്. എല്ലാ വിഭാഗം ജനങ്ങളും CPIയുടെ സമ്മേളനത്തെ സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല, എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. വ്യാപാരി സുഹൃത്തുക്കളടക്കം, കൃഷിക്കാരടക്കം എല്ലാ മേഖലയിലുമുള്ളവര് ഈ സമ്മേളനത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് CPIയോടൊപ്പം തന്നെ നിൽക്കുകയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം കട്ടപ്പനയിലേക്ക് തിരികെ എത്തുന്ന ജില്ലാ സമ്മേളനം വലിയ വിജയമാക്കി മാറ്റുന്ന ഒരുക്കത്തിലാണ് പ്രവർത്തകർ. ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി CS അജേഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ കൌൺസിൽ അംഗം VR ശശി, KN കുമാരൻ, ഗിരീഷ് മാലിയിൽ, അഡ്വക്കേറ്റ് KJ ചോയ്സ്, VT ഷാൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ പെരുമറ്റത്തിന് സമീപം ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറി ഉടമകൾക്ക് 1.5 ലക്ഷം രൂപ പിഴയിട്ട് മുട്ടം ഗ്രാമപഞ്ചായത്ത്. മാലിന്യം എത്തിച്ച 2 ലോറികളിൽ 1 പോലീസ് പിടികൂടിയിരുന്നു. വാഹനവുമായി എത്തിയ ഡ്രൈവറും സഹായിയും പോലീസിന്റെ പിടിയിലായി. ആലപ്പുഴ ചേർത്തല സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പിടികൂടിയ ഒരു ലോറി. രണ്ടാമത്തെ ലോറിയുടെ ഉടമകളോട് വാഹനം മുട്ടം സ്റ്റേഷനിൽ എത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് പിടികൂടിയ ലോറി കോടതിക്ക് കൈമാറും. ഇതിനിടെ കേസെടുത്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച ലോറി ജീവനക്കാരെ മുട്ടം പഞ്ചായത്ത് ഓഫീസിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞുവെച്ചു. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെയും കേരള വനം വന്യജീവി വകുപ്പ് വൈൽഡ് ലൈഫ് ഡിവിഷൻ ഇടുക്കിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊലുമ്പൻ കോളനി നിവാസികൾക്ക് ജീവൻ രക്ഷാ മത്സ്യബന്ധനോപകരണങ്ങൾ വിതരണം ചെയ്തു. വെള്ളാപ്പാറ നിശാഗന്ധി ഫോറസ്റ്റ് മിനി ഡോർമെട്രിയിൽ നടന്ന പരിപാടി ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനും സുരക്ഷിതമായി തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സുരക്ഷാ മത്സ്യബന്ധന ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ചെറുതോണി വെള്ളാപ്പാറ നിശാഗന്ധി മിനി ഡോർമെറ്ററിയിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാർ MG അധ്യക്ഷനായിരുന്നു. ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ അർപ്പണബോധത്തോടുകൂടിയുമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അച്ഛനൊരു കാര്യം വിചാരിച്ചാൽ നടത്തിയെടുക്കും. അച്ഛൻ 1 വെച്ചാൽ കിട്ടിയെങ്കിൽ 2 വയ്ക്കും, 2 വെച്ച് കിട്ടിയാൽ 3 വയ്ക്കും, 3-ലെ 4 വരെ ചിലപ്പോൾ വയ്ക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സിനിമാകാരനായ മമ്മൂട്ടി സാർ ഇത്രമാത്രം അദ്ദേഹത്തെ ആദരിക്കുന്നു. വലിയ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട്
എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത്. കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ, വിപിൻ ദാസ് പി കെ, സി ടി ഔസേബ്, പ്രസാദ് കുമാർ ബി, കെ എം ജലാലുദ്ദീൻ, സി രഘു തുടങ്ങിയവർ സംസാരിച്ചു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുര സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി SPC മോട്ടിവേഷൻ സെൽ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരിവിരുദ്ധ ക്ലബിന്റെയും കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും അത് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരാകുവാനും സാധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു വലിയ വിപത്താണ് ലഹരി എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ലഹരിക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ കടമയെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇടുക്കി SPC മോട്ടിവേഷൻ സെൽ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു. ലഹരി വസ്തുക്കളും ആധുനിക സാങ്കേതിക വിദ്യകളും വർണ്ണവിസ്മയം തീർക്കുന്ന ഇന്നത്തെ ലോകത്ത് കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ശ്രദ്ധ എന്ന രണ്ടക്ഷരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാതാപിതാക്കളെയും ഗുരുഭൂതരെയും ദൈവതുല്യരായി കണ്ട് അനുസരണയും അച്ചടക്കവുമുള്ള നല്ല തലമുറയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറാൻ അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. മക്കളെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളാകുന്ന വൈഡൂര്യങ്ങളും വജ്രങ്ങളും സ്വർണ്ണങ്ങളും തേടി പോകുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിൽ ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വിഷമിഠായികൾ കിടക്കുമ്പോൾ മക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതിലേതാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നത്. നിങ്ങൾ സ്വർണ്ണമാകുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ കുടുംബ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ മക്കളെ റോഡ് സൈഡിൽ നിന്ന് മിന്നുന്ന കാക്കപ്പൊഞ്ഞു കാണുമ്പോൾ ഇതാണ് ഒറിജിനൽ സ്വർണമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് അതിൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു സ്വല്പം നേരം നമുക്കൊന്നിച്ചു പോകാം. സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, സീനിയർ അസിസ്റ്റന്റ് ബിജു തോമസ്, ലഹരിവിരുദ്ധ ക്ലബ് കൺവീനർ ജിജി തോമസ്, സിസ്റ്റർ ടെസീന, ഫ്രാങ്ക്ലിൻ വി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3205 കീഴിലുള്ള റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ പുതിയ റോട്ടറി വർഷത്തിന്റെ ആരംഭവും ചടങ്ങിൽ ജില്ലാതല ഹാർമണി പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. പുതിയ പ്രസിഡന്റായി ഡോക്ടർ വിനോദ് കുമാർ ടിയെയും സെക്രട്ടറിയായി ആർ അജോ എബ്രഹാമും ചുമതലയേറ്റു. തുടർന്ന് ഹാർമണി പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ഇന്റർനാഷണൽ ലെവലിലും അതിന്റെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതിന്റെ ഒരു വാല്യൂ നമ്മുടെ ഈ ലോക്കലിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഏകദേശം 200-ലധികം രാജ്യങ്ങളിലായിട്ട് 1.4 മില്യൺ റോട്ടേറിയൻസ് ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. റോട്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ പോളിയോ എന്ന് പറയുന്ന ഒരു മഹാവിപത്തിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയ ഒരു സംഘടനയാണ്. നമുക്ക് തനിച്ച് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ഒരു കൂട്ടായ്മ കൊണ്ട് ചെയ്യാൻ സാധിക്കും. പലരും ചോദിക്കും, എന്തിനാണ് സാർ റോട്ടറിയിൽ വരണം, ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ഞാൻ പറയുന്നു, റോട്ടറിയിൽ വരുന്നത് നമുക്ക് തനിച്ച് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് ബേബി ജോസഫ്, കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. 7 പ്രധാന ഹാർമണി പദ്ധതികൾ സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു ബൈജു ടച്ച് ഇതിൻ്റെ അകത്ത്, ബൈജു ജോസ് വിചാരിക്കരുത്, നിങ്ങളുടെ നമ്പർ എനിക്ക് കൂടുതൽ ബൈജുവായിട്ട് അടുപ്പമുണ്ട്. AVT ബേബി ഉണ്ട്, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ ഇതിനകത്ത് ടച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ സമയബന്ധിതമായ പരിപാടി വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. 6:15 കൃത്യമായിട്ട്, ഞാൻ 7 അവർത്തെ 6:15 തുടങ്ങി. എനിക്ക് തോന്നുന്നു 8:15 എന്ന് പറയുന്ന സമയത്തിനകത്ത് ഇത്രയും ഫാസ്റ്റ് പാസഞ്ചർ പോലെ ഒരു പരിപാടി പോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അഡ്വക്കേറ്റ് ബേബി ജോസഫ്, PM ജോസഫ്, ഫാദർ ജെയിംസ് കുര്യൻ എന്നിവർ ചേർന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റ് ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഏകത്വം, കരുണ, ശാശ്വത, യുവജന ശാക്തീകരണം എന്നിവയെ മുൻനിർത്തിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ക്ലബിന്റെ പുതിയ വെബ്സൈറ്റും പ്രകാശനം ചെയ്തു. കഴിഞ്ഞ വർഷം മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബൈജു എബ്രഹാം, ബൈജു ജോസ് എന്നിവരെ അനുമോദിച്ചു. ഡെപ്യൂട്ടി ജില്ലാ ഡയറക്ടർ യൂനിസ് സിദ്ദീഖ്, അസിസ്റ്റന്റ് ഗവർണർ PK ഷാജി, ഗ്രൂപ്പ് ഗവർണർ പ്രതിനിധി ജോജോ മരങ്ങാത്ത്, ജോസഫ് തോമസ്, മിഥുൻ കുര്യൻ, ഷാഹുൽ ഹമീദ്, സിബിച്ചൻ ജോസഫ് എന്നിവർ സംസാരിച്ചു.
JCI കട്ടപ്പന ടൗണിന്റെ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും പ്രവർത്തന ഉദ്ഘാടനവും നടന്നു. ഹൈറേഞ്ചിലെ എല്ലാ JCI ലോക്കൽ ഓർഗനൈസേഷനുകളുടെയും സംയുക്ത സമ്മേളനവും ഇതോടൊപ്പം നടന്നു. ഹൈറേഞ്ചിലെ എല്ലാ JCI ലോക്കൽ ഓർഗനൈസേഷനുകളുടെ സംയുക്ത സമ്മേളനവും ഇതോടൊപ്പം നടന്നു. പ്രസിഡന്റ് അനൂപ് തോമസ്, IPPB ആദർശ് കുര്യൻ, സെക്രട്ടറി റോണി ജേക്കബ്, ട്രഷറർ ജസ്റ്റിൻ തോമസ്, ലേഡി ചെയർപേഴ്സൺ ലിജോ അനൂപ്, ജൂനിയർ JC ജൊബാന ജസ്റ്റിൻ എന്നിവർ ചുമതലയേറ്റു. ആദർശ് കുര്യൻ അധ്യക്ഷനായി. JCI ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷൻ വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യ സോൺ 20 പ്രസിഡന്റ് മെജോ ജോൺസൺ, അബിൻ ബോസ്, ചാർട്ടർ പ്രസിഡന്റ് ജോജോ കുമ്പളന്താനം എന്നിവർ പങ്കെടുത്തു. സോൺ പ്രതിനിധി അർജുൻ K നായർ, JCI 22 സോണിന് വേണ്ടി പ്രിൻസ് ഫ്രാങ്കോ ടിജോ, സോൺ 20ക്ക് വേണ്ടി ഇടുക്കി ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ബിനീഷ് എന്നിവർ സംസാരിച്ചു. ഈ വർഷം 100% മുകളിൽ പുതിയ അംഗത്വങ്ങൾ നേടിയ JCI കട്ടപ്പന ടൗൺ പ്രസിഡന്റ് അനൂപ് തോമസിന് പ്രത്യേക പദവിയും ഗോൾഡൻ ബാഡ്ജും ദേശീയ പ്രസിഡന്റിൽ നിന്ന് പ്രത്യേക ബഹുമതിയും ലഭിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കുരുന്നുകളുടെ സൃഷ്ടികളിൽ അച്ചടി മഷി പുരട്ടുകയാണ് മൂന്നാർ ആംഗ്ലോ തമിഴ് മീഡിയം സ്കൂൾ. ഇനി എല്ലാ മാസവും കുട്ടികളുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തി മാസിക പുറത്തിറങ്ങും. ചിപ്പിക്കുൾ മുത്ത് എന്ന പേരിൽ പുറത്തിറക്കുന്ന മാസികയിൽ തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ കുറിപ്പുകളുണ്ട്. കൊച്ചുകുട്ടികൾ വരച്ചിടുന്ന ചിത്രങ്ങൾ, കുഞ്ഞു കവിതകൾ, കഥകൾ, ചിന്തകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ന്യൂസ്ലെറ്റ് രൂപത്തിൽ മാസിക തയ്യാറാക്കുന്നത്. ഇതോടൊപ്പം കുട്ടികൾക്ക് വായനാശീലം വർദ്ധിക്കുന്നതിനും ഓരോ മാസത്തിലെയും ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങൾ മനസ്സിലാക്കുന്നതിനുമുള്ള കുറിപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Important days in June. June 5, World Environment Day. June 19, Reading Day. June 21, International Yoga Day. June 26, International Day Against Drug Abuse. ചിപ്പിക്കുൾ മുത്ത് എന്ന പേരിൽ പുറത്തിറക്കുന്ന മാസികയിൽ തമിഴ്, മലയാളം, இங்கிலீஷ் ഭാഷകളിൽ കുറിപ്പുകൾ ഉണ്ടാകും. குழந்தைங்களுக்கு எவ்வளவுதான் நம்ம திறமைகள் கொடுத்தாலும் ரொம்ப இம்பார்ட்டன்ட் அப்படிங்கிறது வாசிப்பும் எழுத்தும். அப்ப அது ரெண்டுக்கும் எப்படி அவங்களுக்கு அதிகமான முக்கியத்துவம் கொடுக்கலாம் அப்படின்னு நாங்க யோசிச்ச போது எங்களுடைய ஆசிரியர்கள் எல்லாரும் சேர்ந்து தீர்மானிச்ச ஒரு விஷயமாக்கும் இந்த மாதிரி நம்ம மாத இதழ் ஒண்ணு பள்ளியில வெளியிடலாம் எல்லா மாதமும் அப்படின்னு சொல்லி ஒரு முடிவுக்கு வந்தோம். அப்ப அதன் அடிப்படையில நாங்க பள்ளியில எக்ஸிக்யூட்டிவும் கூடி தீர்மானிச்சு குழந்தைங்களுடைய சொந்த ப்ராடக்டை இங்க கொண்டு வர சொன்னோம். அப்ப அதெல்லாம் ஒருங்கிணைத்து கொண்டு எல்லா மாதமும் ஒரு மாத இதழ் வெளியிட தீர்மானிச்சோம். அதோட ஒரு அழகான பேராக்கும் சிப்பிக்குள் முத்து. அப்ப அந்த ஒரு பேரு எங்களுக்கு எல்லாருக்கும் ரொம்ப நிறைவா இருந்துச்சு. காரணம், ஒரு சிப்பி அப்படிங்கிறது வருடங்களாக உள்ள அந்த முத்துங்கிற விலை உயர்ந்த விஷயத்தை சேமித்து வைக்கக்கூடிய ஒன்று. அப்ப இந்த சிப்பியாகிய இந்த நாளிதழ்குள்ள முத்துக்களாகிய நிறைய வேல்யூபிளான விஷயங்கள் எங்க குழந்தைங்களுடைய மனதில் உதித்ததெல்லாம் இதுல இருக்குது. அப்ப இந்த நாள்ல இதை நாங்க வெளியிடுவதில் மிகப்பெரிய சந்தோஷம் எங்க ஆசிரியர்கள், தலைமை ஆசிரியர், மாணவர்கள் எல்லாருக்கும் இருக்கு. அப்ப இந்த நேரத்துல உங்க முன்னாடி இந்த சிப்பிக்குள் முத்து அப்படிங்கிற மாத இதழ ஜூனுடைய முதல் பதிப்பை உங்க முன்னாடி சமர்ப்பிக்கிறதுல நாங்க எல்லாரும் மிகுந்த சந்தோஷம் அடைகிறோம். കുട്ടികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പൊതുവിജ്ഞാനത്തിലെ അറിവ് വർദ്ധിപ്പിക്കുക എന്നതാണ് ചിപ്പിക്കുൾ മുത്ത് ലക്ഷ്യം വെക്കുന്നത്. ആദ്യ ലക്കം പുറത്തിറങ്ങിയ മാസികയുടെ അടുത്ത ലക്കങ്ങളിൽ മൂന്നാറിലെ നാട്ടുകാരുടെ പങ്കാളിത്തവും സ്കൂൾ അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 178, വിൽപ്പനയ്ക്ക് വന്നത് 37,004, വിൽപ്പന നടന്നത് 36,362, കൂടിയ വില 3,100, ശരാശരി വില 2,460.
കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 670 രൂപ, ഏലം കൂടിയ വില 2400, ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 750, കൊക്കോ 90, റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9060 രൂപ, വെള്ളി 120. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. സമരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നതുൾപ്പെടെ 17 ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകൾ ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ജില്ലയിലെ ജീപ്പ് സഫാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി പ്രശ്നങ്ങൾ പരിഹരിച്ച് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ജീപ്പ് സഫാരികൾക്ക് പൂർണ്ണമായ നിരോധനമല്ല ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൊളുക്കുമല മാതൃകയിൽ ജീപ്പ് സഫാരികൾ പുനരാരംഭിക്കാനാണ് പദ്ധതിയിടുന്നതെന്നും കളക്ടർ. ജീപ്പ് സഫാരി നിരോധിച്ച ഉത്തരവ് ഏതെങ്കിലും പഠനത്തിന്റെയോ ആധികാരികമായ ഉത്തരവിന്റെയോ അടിസ്ഥാനത്തിലല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. സംസ്ഥാനത്ത് നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി കൈകഴുകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വിദേശ രാജ്യങ്ങളിൽ സ്വീകരിച്ചു പോരുന്ന നിയന്ത്രിത വന്യമൃഗവേട്ട എന്ന നിയമം ഇവിടെയും നടപ്പിലാക്കാനുള്ള നടപടി ഉണ്ടാകണം. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ യാതൊരുവിധ നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും MP. രാജകുമാരി ഖജനാപ്പാറയ്ക്ക് സമീപം 300 ഏക്കറിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കണ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.